സർക്കാരിനാണെന്ന് സത്യം പറഞ്ഞ നമ്മൾ വിചാരിച്ചില്ല. ഹനാൻഷാടെ കേസ്. എന്റെ മോനെ അത് വന്നു കഴിഞ്ഞപ്പേ നിങ്ങളൊക്കെ ഒന്ന് കാത്തിരിക്കല്ലേ ഹനാൻഷാടെ കേസ് എന്താണെന്ന് അറിയാൻ. സാധനം പൊട്ടിക്കട്ടെ. വേറൊന്നുമല്ല. ഇന്ന് സോഷ്യൽ മീഡിയയിലെ ഹനാൻഷാടെ കേസ് ഇച്ചിരി ഇതായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സുഹൃത്തും നമ്മളോട് പറഞ്ഞു ഹനാൻഷാടെ കേസിന്റെ കേസ്. അപ്പൊ നമുക്കത് പിടിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ലാന്നേ ഇവന്മാര് ഈ തമ്മിൽ തല്ലും. അവസാനം ഇമാര് തോളത്തിട്ട് കൈ ഇട്ടിട്ട് ആ പരിപാടിക്ക് പോകും. നമ്മൾ അതിന് നിന്നിട്ടില്ല. നമ്മൾ അന്നും ഇന്നും ഒരേ സ്റ്റാൻഡിൽ തന്നെ നിന്നത്. ഈ ഹക്കീം, മെയിൻ ആയിട്ട് ഹക്കീം എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ ഈ നാട്ടിൽ തന്നെ ഒരുപാട് ഡ്രഗ്സ് കേസും അതുപോലെ തന്നെ പെണ്ണ് കേസും കാണുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ അതൊക്കെ ഓപ്പൺ ആയിട്ട് നമ്മൾ ഇതിന്റെ അകത്ത് സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ ചെയ്ത് നമ്മൾ അതിനെ പറ്റി തിരുത്തി പറയാൻ അവന്റെ തോളത്ത് കൈയിടാനും പോയുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മലയാളികൾ പച്ച മലയാളത്തിൽ ഒരു വാക്ക് വിളിക്കും. അത് ഞാൻ പറയുന്നില്ല. പിന്നെ നെക്സ്റ്റ് ഹക്കീം കഴിഞ്ഞാൽ പിന്നെ ഡ്രൈക്കോ, ഈ ഒരു അനന്തു എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി, അനന്തു എന്നല്ലേ, ഇത് അതിലും വലിയ വള്ളിയാണ്. ഇവൻ നാട്ടിൽ ചെയ്ത് കൂട്ടിയതും ഈ പറഞ്ഞ സാമാനം എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇവനെതിരെ കേസ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പബ്ലിക്കലി ഇത് ചെയ്ത ഒരു കേസാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു അഖില് ആർമിയാണെന്ന് പറഞ്ഞിട്ട് വന്ന ഒരു അഖില്, ഇവരൊക്കെ ഉണ്ടല്ലോ ഒരൊറ്റ കോടതിയായിട്ട് പോയതാണ്ടോ മുന്നോട്ട്. അതായത് ആദ്യം ഇവരൊക്കെ നമ്മുടെ ഹക്കീമിനെതിരാവുന്നു. പിന്നീട് ഇവർ വീഡിയോ കോൾ ചെയ്യല്, സ്റ്റോറി ഇടല്, വീഡിയോ ഷെയർ ചെയ്യല്, ഇവർ പരസ്പരം തോളത്ത് കൈയിട്ട് നടക്കലൊക്കെ ആയിരുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. വീണ്ടും വന്നിട്ടുണ്ട്. കുറെ നാള് ഈ മുട്ടയുടെ പുറകെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ചങ്ങയുടെ പുറകെ കടന്നു. ഇപ്പൊ മരട് അനീഷിന്റെ പുറകെ കിടക്കുന്നു. ഇവർ തമ്മിൽ പരസ്പരം തല്ലി തീർക്കുന്നു. ഇത് കണ്ട് നീ ചിരിക്കുക, രസിക്കുക, അത് അത്രേ പറയും. ഇപ്പൊ അനാശാനെയാണ് പിടിച്ചേക്കണം. നീ ഇത് കണ്ടിട്ട് ചിരിക്കുക, കളിക്കുക, അതത്രേ ഞാൻ പറയാനുള്ളൂ. ഇതിനെ ഏറ്റുപിടിച്ച് ഇതിനെ പിന്നാലെ തൂങ്ങിക്കാനായി പിടിക്കണവന്മാരൊക്കെ തോന്നും. ഇവന്മാര് തമ്മിൽ തോളത്ത് കൈയിടും. അറിയാവുന്നതുകൊണ്ട് പറയാം. നമുക്ക് വരെയും പല ക്ഷണക്കത്തുകൾ ഇവന്മാരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ക്ഷണക്കത്തുകൾ ഇന്നും അവന്റെ ഓഡിയോസും പലവരുടെ കാര്യങ്ങളും ഡീറ്റെയിലും കേസ് ഫയൽസും എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലാത്തൊക്കെ നമ്മളവിടെ ഒഴിഞ്ഞു മാറി ഇവരെ പാടായി, ഇത് ഇവരെ താങ്ങിക്കണവർ ഇത് താങ്ങിക്കോട്ടെ, അത്രേ ചിന്തിച്ചിട്ടുള്ളൂ. പിന്നെ ഡ്രഗ്സ് മാഫിയ, ഡ്രഗ്സ് നടത്തണവൻ ഡ്രഗ്സിനെ പറ്റി കുറ്റം പറയും. മറ്റുള്ള എതിരാളികൾ അവന്റെ കൂട്ടുകാരെ ഒഴിച്ച് ബാക്കിയുള്ളവരെ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കും. അതുപോലെ തന്നെ ഒരുത്തനാണെങ്കിൽ ഭീഷണിപ്പെടുത്തി കാശ് മേടിക്കാൻ നടക്കുന്നു, ഒരുത്തനാണെങ്കിൽ വെളുപ്പിക്കാൻ നടക്കുന്നു. കുറച്ച് നാൾ അവനെ കുറ്റം പറഞ്ഞു, ഇപ്പൊ വെളുപ്പിക്കാൻ നടന്നു. അത് കഴിഞ്ഞ് വീണ്ടും അവനെ കുറ്റം പറയാണ്. ഇതിപ്പോ ഇവരൊന്നും ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു കാര്യം ചിന്തിച്ചാൽ മതി. ഇവരൊക്കെ ഇപ്പൊ ഉണ്ടല്ലോ ഡൗൺ ആയി നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. അപ്പൊ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ബൂസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കയറി പിടിക്കും. അത് തന്നെയാണ് സംഭവം. കുറച്ച് കഴിയുമ്പോൾ ഇത് വീണ്ടും മാറും. അതായത് ഓരോ ദിവസം ഓരോ എതിരാളി, ഓരോ കൊടുതി, ഓരോ ആളുകളെ പിടിക്കുക, ഇതിങ്ങനെ ഭീഷണിപ്പെടുത്തുക, കാശ് മേടിക്കുക. ദമ്പടെ സംഭവം ഉണ്ടാ മോനെ. ഇത് വെറുതെ തൂക്കി പിടിക്കാൻ നിൽക്കണ്ട. ഹനാൻഷാടെ കേസൊക്കെ ഹനാൻഷ നല്ല പുഷ്പം പോലെ നോക്കിക്കോളും. ഒന്നും നോക്കാനൊന്നുമില്ല.